ഇലക്ഷൻ ബ്രേക്കിംഗ് അവേഴ്സിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. നാളെയാണ് സൂക്ഷ്മ പരിശോധന. വ്യാഴാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം. എത്ര സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചെന്ന് അല്പസമയത്തിനകം അറിയാം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് പത്രിക നൽകി. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വ്യാഴാഴ്ച ചിഹ്നം അനുവദിക്കും. റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഒപ്പം ഞങ്ങളുടെ പ്രതിനിധികളൊക്കെയുമുണ്ട്. ആദ്യം റോഷിപാലിലേക്കാണ്. റോഷിപാൽ, സമയം അവസാനിച്ചിരിക്കുകയാണല്ലോ അല്ലേ? ഇനിയിപ്പോൾ സൂക്ഷ്മ പരിശോധനയുടെയും ചിഹ്നം അനുവദിക്കലിന്റെയും ഒക്കെ സമയമാണ്. പ്രമുഖരടക്കം ഇന്ന് പത്രിക നൽകിയതായി അറിഞ്ഞിരുന്നു. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഒരു നെട്ടോട്ടമായിരുന്നില്ലേ പത്രിക സമർപ്പിക്കാനായി? ഒരു പൂർണ്ണ ചിത്രം എല്ലാവരും സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ എപ്പോഴറിയാൻ കഴിയും റോഷിപാൽ? റോഷി, അല്പസമയത്തിനകം സംസ്ഥാനത്ത് എത്ര പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എന്ന് വ്യക്തമാകും. കാരണം ചുരുങ്ങിയ ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ പൊതു അവധി ദിവസങ്ങൾ വന്നു. എന്നാൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ വളരെ പെട്ടെന്ന് തയ്യാറെടുപ്പുകൾ നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തീപ്പാറുന്ന പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മത്സര ചിത്രം പൂർണ്ണമാകും. നാളെ സൂക്ഷ്മ പരിശോധനയാണ്. വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. അന്ന് വൈകിട്ടോടെ ചിഹ്നം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കും. നിലവിൽ പല സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, പ്രധാനപ്പെട്ട മുന്നണികൾ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഏറ്റവും നിർണായക പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് അനുവദിക്കുന്ന ചിഹ്നത്തിനും വലിയ പ്രാധാന്യമുണ്ട്. വളരെ ചുരുങ്ങിയ ദിവസമാണ്, ഏതാണ്ട് 15 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിന് സമയമുള്ളത്. ഏപ്രിൽ 9-നാണ് വിധി ദിനം. ഏതാണ്ട് വാശിയേറിയ ഈ 2 ആഴ്ച കാലത്തെ പ്രചാരണം കൊടും ചൂടാണ്. ചൂടിനെ അവഗണിച്ചായിരിക്കും 3 മുന്നണികളും ഒരുപോലെ മത്സര രംഗത്ത്, പ്രചാരണ രംഗത്തുണ്ടാകുക. വലിയ വാദപ്രതിവാദങ്ങൾക്ക് വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കും കേരളം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറ്റവും നിർണായകമാണത് LDF-നും UDF-നും NDA-ക്കും. കാരണം ഈ തവണ പലയിടങ്ങളിലും ത്രികോണ മത്സരമാണ്. NDA-യുടെ സജീവ സാന്നിധ്യവും NDA-ക്ക് വലിയ പ്രതീക്ഷയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളൊക്കെ എത്രയോ നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അടക്കം കളത്തിലിറക്കിയാണ് NDA പോരാട്ടം ഘടിപ്പിക്കുന്നത്. UDF ആണെങ്കിൽ 25-ന് രാഹുൽ ഗാന്ധി തന്നെ UDF-ന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാനെത്തുന്നു. മറ്റ് നേതാക്കളൊക്കെ, ദേശീയ നേതാക്കളൊക്കെ കേരളത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ചൂടേറിയ വാക്പോരുകൾക്കും വലിയ പ്രചാരണങ്ങൾക്കും സാക്ഷ്യം വഹിക്കും. എത്രത്തോളം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട് എന്നത്, അതിനപ്പുറത്തേക്ക് എല്ലാവരുടെയും നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കപ്പെടുമോ എന്നതൊക്കെ അറിയാൻ കഴിയുക നാളെയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ എണ്ണം ഏറെ വൈകാതെ തന്നെ അറിയാൻ കഴിയും റോഷ്നി.